ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി നന്ദിനിക്ക് ഇന്ദ്രജ ജ്യൂസ് കൊടുക്കുകയാണ്. നന്ദിനി തന്നെ ഇതിൽ വിജയിക്കണം, അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം, അമ്മയെ നാണം കെടുത്തരുത്, അതിനുള്ള ഒരു എനർജി ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് വിജയൻ കാണാണ്. അപ്പോൾ വിജയന് ദേഷ്യം പിടിച്ചിട്ട് ഇവരെല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയാണല്ലോ ചെയ്തത്, എന്നോട് ഇക്കാര്യങ്ങളൊന്നും പറയാതെ ഇവരെല്ലാവരും അമ്മയും മക്കളും കൂടി ഒന്നാവുകയാണല്ലോ എന്നുള്ള ചിന്തയോട് കൂടി വിജയൻ നന്ദിനിക്ക് കൊടുത്ത ആ ഒരു ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി വിജയന് പിന്നെ പണി കിട്ടുകയാണ്. ഇതൊന്നും അറിയാതെ ഇന്ദ്രജ വിജയന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എന്തു പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ബാത്റൂമിൽ നിന്നും പോരാൻ എനിക്ക് സമയം കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല, എൻ്റെ വയറിന് വല്ലാത്തൊരു വേദനയും ബാത്റൂമിൽ നിന്നും പോരാൻ പോലും കഴിയുന്നില്ല. അത് കേട്ടപ്പോൾ ഇന്ദ്രജ പറയണ, അത് നിങ്ങൾ കണ്ണി കണ്ടതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് കൊണ്ടാണ്, എന്തിനാണ് നിങ്ങൾ അതിനൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല, നന്ദിനി മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള വഴികളൊക്കെ ഞാനും അമ്മയും കൂടി ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയണേ. അങ്ങനെ വിജയനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ വിജയൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. അയ്യോ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് നന്ദിനിക്ക് കൊടുത്ത എനർജി ഡ്രിങ്ക് ആണെന്ന് കരുതി ഞാൻ അത് വാങ്ങിച്ചു കുടിച്ചു. അത് കേട്ടപ്പോൾ ഇന്ദ്രജ വിജയനോട് ദേഷ്യപ്പെടാണ്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടാണ്. ഇനി നിങ്ങൾ തന്നെ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ വിജയന് വീണ്ടും ബാത്റൂമിലേക്ക് ഓടിപ്പോവാണ്. പിന്നീട് ശിവന്റെയും പാർവതിയുടെയും വേഷത്തിൽ ഗിരിയും മഞ്ജുവും വന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു നൃത്തം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. പിന്നീട് വരുന്നത് നന്ദിനിയും സൂര്യയുമാണ്. കൃഷ്ണൻ്റെയും രാധയുടെയും വേഷത്തിലാണ് അവർ നൃത്തം ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നന്ദിനിയുടെ കണ്ണിൽ കാർത്തികേയനെ കാണുന്നത്. കാർത്തികേയനെ കണ്ടതോടുകൂടി നന്ദിനിക്ക് പിന്നെ പേടി വരികയാണ്. പെട്ടെന്ന് അനിയത്തിമാരെയും അച്ഛനെയും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അതോടുകൂടി നന്ദിനി പകുതിയിൽ വെച്ച് നൃത്തം അവസാനിപ്പിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. അങ്ങനെ അവസാനം ആരാണ് ഫസ്റ്റ് കിട്ടിയത് എന്നുള്ളത് പറയാണ്. ആ മത്സരത്തിൽ ഗിരിയും മഞ്ജുവുമാണ് വിജയിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ പത്മയ്ക്കും വിജയനും ഇന്ദ്രജയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ സൂര്യയ്ക്കും നന്ദിനിക്കും അവർക്കത് പ്രയാസമൊക്കെ ഉണ്ട്. അങ്ങനെ സൂര്യ നന്ദിനിയോട് ചോദിക്കുകയാണ്, അല്ല നീ എന്താ പകുതിയിൽ വെച്ച് നൃത്തം അവസാനിപ്പിച്ച് പോയത്, അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഇതിലും വിജയിച്ചേനെ എന്ന് പറയാണ്. അപ്പോൾ നന്ദിനി പറയണേ, ഞാൻ പെട്ടെന്ന് കാർത്തികേയനെ കണ്ടു, അതാണ് ഞാൻ പകുതിയിൽ വെച്ച് നൃത്തം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ കാർത്തികേയനോ, അയാൾ എന്താ ഇവിടെ, അമ്പലത്തിലേക്ക് എല്ലാവർക്കും വരാം, പക്ഷേ അയാളുടെ ഈ വരവിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ടല്ലോ, അത് തന്നെയാണ് എനിക്ക് പേടിയായത് സൂര്യ സാർ. കാരണം ഞാൻ അന്ന് സൂര്യ സാറിനോട് പറഞ്ഞതല്ലേ, എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഇവിടേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നീ അന്ന് എന്നോട് പറഞ്ഞത് ഇല്ല എന്നാണല്ലോ, അത് ഞാൻ പേടിച്ചിട്ടാണ് പറഞ്ഞത്. പത്മ മേഡം അനിയത്തിമാരെയും അച്ഛനെയും മുത്തശ്ശിയെയും പോലീസിനെ വിട്ട് ചോദ്യം ചെയ്യിപ്പിക്കുമെന്ന് രാജുവേട്ടൻ എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. അതെന്താ നീ എന്നോട് അപ്പോൾ പറയാതിരുന്നത്? അത് ഞാൻ പറയാതിരുന്നത് സൂര്യ സാർ അവിടെ അത് കേട്ടാൽ ബഹളം ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് കാർത്തികേയനെ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയുമ്പോൾ സൂര്യ പറയണ, അവരെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടാണ് വന്നത്, അവരെ ആരും തന്നെ ഒന്നും ചെയ്യില്ല, അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒരുത്തനും ഈ സിറ്റി വിട്ട് പുറം ലോകം കാണില്ല എന്നൊക്കെ അങ്ങ് പറയാണ്. അങ്ങനെ സൂര്യ നന്ദിനിയെ ആശ്വസിപ്പിക്കുകയാണ്, നീ അച്ഛനെയും അനിയത്തിമാരെയും മുത്തശ്ശിയെയും കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കമ്മിറ്റിക്കാർ നാളത്തെ മത്സരത്തെക്കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ടാവും. നാളെ ദമ്പതിമാരാണ് കാട്ടിലേക്ക് പോവേണ്ടത്, എന്നിട്ട് ദശപുഷ്പം പറിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ പത്മയും ഇന്ദ്രജിയും അങ്ങ് ഞെട്ടാണ്. കാരണം ഉറപ്പായും നന്ദിനി തന്നെയാണ് അതിൽ വിജയിക്കുകയുള്ളൂ. നന്ദിനിക്ക് എല്ലാ ചെടികളും കൃത്യമായിട്ട് അറിയാം, പക്ഷേ ആ മഞ്ജുവിന് അതൊന്നും അറിയാൻ സാധ്യതയില്ല, അതുകൊണ്ട് നന്ദിനി തന്നെയാവും ഇതിൽ വിജയിക്കുക. പത്മ ഇന്ദ്രജിയോട് പറയാണ്, അവൾ വിജയിച്ചാൽ പിന്നെ അവൾക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തൊഴുതുകൊണ്ട് കാണേണ്ടി വരും, അതുകൊണ്ട് ഒരിക്കലും അവൾ വിജയിക്കരുത്. നീ പോയി മഞ്ജുവിനോട് ചോദിച്ചു നോക്ക്, ദശപുഷ്പത്തെക്കുറിച്ച് അവൾക്ക് അറിയുമോ, അവൾ അതിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ഇന്ദ്രജിയെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. പിന്നീട് മഞ്ജുവും ഗിരിയും കൂടി സംസാരിക്കുകയാണ്. മഞ്ജു പറയാണ്, ഉറപ്പായും നാളത്തെ മത്സരത്തിൽ അത് നന്ദിനി തന്നെയാണ് വിജയിക്കുകയുള്ളൂ, കാരണം അവൾക്ക് ചെടിയെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് പറയുന്നത് കേട്ടില്ലേ, അവൾ പാടത്ത് പണി ചെയ്യുന്ന പെൺകുട്ടിയാണ്, അതുകൊണ്ട് അവൾക്ക് എല്ലാം അറിയാമെന്ന് പറയാണ്. അപ്പോൾ മഞ്ജു പറയണേ, എനിക്കാണെങ്കിലോ ദശപുഷ്പത്തെക്കുറിച്ചൊന്നും അറിയില്ല, അപ്പോൾ ഉറപ്പായും നമ്മൾ തോൽക്കും എന്നൊക്കെ പറയുമ്പോൾ പറയണേ, അതൊന്നുമില്ല മഞ്ജു, നിനക്ക് കഴിയും, നിനക്ക് സാധിക്കും, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ
എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ മഞ്ജു പറയണ ഗിരിയേട്ടൻ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കുഞ്ഞിന് ഭാഗ്യമില്ലാതായി പോയി. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മത്സരമൊന്നും വേണ്ടിയിരുന്നില്ല. ഇതൊക്കെ ഗിരിയേട്ടൻ്റെ പണിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഞാനിതിന് നിൽക്കില്ല എന്നൊക്കെ മഞ്ജു പറയട്ടെ. അപ്പോൾ മഞ്ജുവും ഗിരിയും കൂടി സംസാരിക്കുന്നതെല്ലാം നന്ദിനി മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നാണ് മഞ്ജുവിൻ്റെ കണ്ണിൽ ആരോ അവിടെ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഗിരിയോട് പറയണ, ഗിരിയേട്ട അവിടെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ആരോ ഒരാളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അറിയില്ല, നീ വെറുതെ ഗോപാൽജിയെ ഇവിടെ കണ്ടതുകൊണ്ട് നിനക്ക് അങ്ങനെ സംശയം തോന്നുന്നു. അല്ല ഗിരിയേട്ട, ഞാൻ കണ്ടതാണ്, അവിടെ ആരോ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഗിരി അവിടെയൊക്കെ നോക്കുകയാണ്. അപ്പോൾ ആരെയും കാണാൻ കഴിയുന്നില്ല. നിനക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗിരി മഞ്ജുവിനെയും കൂട്ടി റൂമിലേക്ക് പോവാണ്. നീ ദശപുഷ്പത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സൂചന മനസ്സിലാക്കി വെക്ക്, അതിനെക്കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രണ്ടുപേരും കൂടി റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം സൂര്യ കാർത്തികേയനെ കാണാണ്. എന്നിട്ട് കാർത്തികേയനോട് ചോദിക്കുകയാണ്, നിന്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ സൂര്യ അങ്ങനെ ചോദിക്കുന്നത്? ഈ അമ്പലത്തിലേക്ക് എല്ലാ ഭക്തന്മാരും വരുന്നത് എന്തിനാണ്? അതുപോലെയാണ് ഞാനും വന്നത്. അപ്പോൾ സൂര്യ പറയണേ, അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത് അതല്ല, എൻ്റെ നന്ദിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീ ഇവിടേക്ക് വന്നതെങ്കിൽ എൻ്റെ നന്ദിനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാർത്തികേയ നീ രണ്ട് കാലിൽ എണീറ്റ് നടക്കില്ല, പിന്നെ നീ എഴഞ്ഞിട്ടാണ് നടക്കൂ. ഈ സൂര്യയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞ് സൂര്യ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ കാർത്തികേയൻ നേരെ പത്മയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട്, അല്ല കാർത്തികേയ, നീ എന്താ ഇവിടെ? ഇത് തന്നെയാണ് എന്നോട് സൂര്യ സാറും നിങ്ങളുടെ മകനും എന്നോട് ചോദിച്ചത്, ഇവിടെ എന്താണെന്നുള്ളത്. ഞാനിവിടെ വന്നത് എന്തിനാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയില്ലേ? നന്ദിനിയെ തന്നെയാണ് ഞാൻ ലക്ഷ്യം വെച്ചിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. നന്ദിനി ഇനി കാട്ടിലേക്കാണ് പോവാൻ പോകുന്നത്. നന്ദിനി ഇനി കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് അവൾ ഇവിടേക്ക് വരില്ല. ആരും ഒന്നും അറിയാനും പോകുന്നില്ല. അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പത്മങ്ങ് ഞെട്ടിപ്പോവാണ്. കാർത്തികേയ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മേഡം ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് പോലെ ഞാൻ ചെയ്തിരിക്കും. മേഡം പറഞ്ഞിട്ടാണ് അന്ന് ഞാൻ അവരെ വെറുതെ വിട്ടത്. എന്നിട്ട് മേഡത്തിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? നന്ദിനിയുടെ കുടുംബത്തെ ഒന്ന് തൊടാൻ പോലും മേഡത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഈ കാർത്തികേയനാണെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ. അതുകൊണ്ട് നന്ദിനി ഇനി പുറത്തേക്ക് വരില്ല. കാട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ നന്ദിനി ഇനി പുറത്ത് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ പത്മ നന്ദിനിയെ കൊല്ലുകയാണ്, കാർത്തികേയൻ കൊല്ലാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാവണം. പിന്നീട് ഇന്ദ്രജ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അല്ല നന്ദിനി, നീ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലേ? നീ എന്താ ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്താണെന്ന് അറിയില്ല മാഡം, എനിക്ക് വല്ലാത്തൊരു വയറുവേദന, എനിക്കൊന്നും നടക്കാൻ പോലും കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. അതെന്താ നന്ദിനി നീ അങ്ങനെ പറയുന്നത്? എങ്കിലും ഒന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോയാൽ ഞാൻ സൂര്യയോട് പറയാം. വേണ്ട, എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ എന്തായാലും കാട്ടിലേക്ക് പോകുന്നില്ല, ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. അതെന്താ നന്ദിനി നീ അങ്ങനെ പറയുന്നത്? നീ മത്സരത്തിൽ പങ്കെടുത്താലാണ് നമുക്ക് ആ മഞ്ജുവിൻ്റെ മുന്നിൽ ജയിക്കാൻ കഴിയൂ. മഞ്ജുവിനേക്കാളും കൂടുതൽ അമ്മ ആഗ്രഹിക്കുന്നത് നീ ജയിക്കണം എന്ന് തന്നെയാണ്. അപ്പോഴല്ലേ നമ്മുടെ കുടുംബത്തിനൊരു നല്ല പേരുണ്ടാവൂ. അതുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല മേഡം, എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ്. എങ്കിൽ ഞാൻ നിന്നെ ഇപ്പം തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സൂര്യയോട് പറയാം. വേണ്ട, സൂര്യ സാറിനോടൊന്നും പറയണ്ട, നീ ഒന്ന് പറഞ്ഞത് കേൾക്ക്. സൂര്യക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് സൂര്യ ഉറപ്പായും നിന്നെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകും. ഞാൻ സൂര്യയോട് പറയട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രജ ഇക്കാര്യം നേരെ പത്മയോട് ചെന്ന് പറയാണ്. അങ്ങനെ പത്മയും ഇന്ദ്രജയും ഗിരിയോടും മഞ്ജുവിനോടും ഇക്കാര്യം പറയണേ. നന്ദിനി മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല, കാട്ടിലേക്ക് പോകുന്നതിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ മഞ്ജു മാത്രമേ ഉണ്ടാവൂ, മഞ്ജു തന്നെയാണ് ജയിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവും ഗിരിയും പറയണേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ ചതിച്ചുകൊണ്ട് ജയിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. എന്താണ് അവൾക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇനി മേഡം എങ്ങാനും എന്തെങ്കിലും നന്ദിനി പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്തോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയണേ, ഇല്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവൾക്ക് വയറുവേദനയാണെന്നാണ് അവൾ പറയുന്നത്, അല്ലാതെ ഞങ്ങളായിട്ടൊന്നും ചെയ്തതല്ല. ഇത് നന്ദിനിക്കുള്ള ശിക്ഷ ദൈവമായിട്ട് കൊടുത്തതാണ്, അതുകൊണ്ടാണ് അവൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് എന്ന് പറയട്ടോ. അങ്ങനെ മഞ്ജു നന്ദിനിയെ കാണാൻ വേണ്ടി ചെല്ലാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, നന്ദിനിയോട് ഡോക്ടറുടെ അടുത്തേക്ക് പോവാൻ വാ നന്ദിനി എന്ന് പറയാണ്. അപ്പോൾ ഇല്ല സാർ, എനിക്ക് വേണ്ട, എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ നിർബന്ധിക്കുകയല്ല, നീ ഉറപ്പായും ഈ മത്സരത്തിൽ ജയിക്കുമെന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് നിന്നെ എല്ലാവർക്കും മുന്നിൽ ജയിച്ച് കാണിക്കണം, നീ വിജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ അമ്മയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടല്ല, നീ എല്ലാവരുടെയും മുന്നിൽ ജയിച്ചു നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴാണ് മഞ്ജു അവിടേക്ക് കയറി വരുന്നത്. അങ്ങനെ മഞ്ജു സൂര്യയോട് പറയാണ്, എനിക്ക് ഈ മത്സരത്തിൽ നന്ദിനി പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നന്ദിനിയോട് എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറയണം. അപ്പോൾ സൂര്യ പുറത്തേക്ക് പോവാട്ടോ. അങ്ങനെ നന്ദിനിയും മഞ്ജുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മഞ്ജു പറയണം,
പറയാണ്, ഞാനും ഗിരിയേട്ടനും ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് നീ അതെല്ലാം കേട്ടും കൊണ്ട് അവിടെ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നന്ദിനി പറയണം, അതെ ഞാൻ തന്നെയാണ്. ഒരു അമ്മ ഈ മത്സരത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് മഞ്ജു നീ തന്നെ ഈ മത്സരത്തിൽ വിജയിക്കണം. അങ്ങനെ ഒരിക്കലും നന്ദിനി നീ പറയരുത്. നന്ദിനി നീ ഈ മത്സരത്തിൽ പങ്കെടുക്കണം. നീ എൻ്റെ കൂടെ വന്നു എന്ന് കരുതി, നീ ജയിച്ചു എന്ന് കരുതിയിട്ട് എനിക്ക് ഒരു ദേഷ്യവുമില്ല നന്ദിനി. അതുകൊണ്ട് ഈ മത്സരത്തിൽ നീ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ നന്ദിനി കാര്യങ്ങളൊക്കെ പറയാണ്, എനിക്കും സൂര്യ സാറിനും ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അർഹതയുമില്ല. ഞാനിപ്പോൾ ഒരു കരാറിൻ്റെ പുറത്താണ് സൂര്യ സാറിൻ്റെ ജീവിതത്തിൽ ഭാര്യയായി തുടർന്നു കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ സൂര്യ സാറിൻ്റെ ജീവിതത്തിൽ നിന്നും പോവും. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങളാണ് ഈ മത്സരത്തിൽ വിജയിക്കേണ്ടത് എന്ന് പറഞ്ഞ് നന്ദിനി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു പറയണ, ഞാനും ഗിരിയേട്ടനും നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റുണ്ടായത്. എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അതുകൊണ്ട് നന്ദിനി ഈ മത്സരത്തിൽ നിന്നും നീ ഒരിക്കലും പിന്മാറരുത്. നമുക്ക് രണ്ടു പേർക്കും കൂടിയാണ് കാട്ടിലേക്ക് പോവേണ്ടത് എന്ന് പറഞ്ഞ് മഞ്ജു നന്ദിനിയെ നിർബന്ധിക്കാൻ കേട്ടോ. അങ്ങനെ മഞ്ജുവും നന്ദിനിയും നല്ല ഒരു ഫ്രണ്ട്സുകളായി മാറുകയാണ്. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുകയും രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ നന്ദിനിയും മഞ്ജുവും കൂടി കാട്ടിലേക്ക് ദശപുഷ്പം പറിച്ചു കൊണ്ടുവരാൻ തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ നന്ദിനിയും മഞ്ജുവും കൂടി കാട്ടിലേക്ക് പോവാണ്. അവിടെ വെച്ച് ഗോപാലൻ ഒരു ഗുണ്ടയെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. കാർത്തികേയനും ഗുണ്ടയെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. നന്ദിനിയെ കൊന്നുകളയാൻ വേണ്ടിയാണ് കാർത്തികേയൻ ഗുണ്ടയെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഗോപാലൻ ഗുണ്ടയെ ഏർപ്പാടാക്കിയിട്ടുള്ളത് മഞ്ജുവിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മഞ്ജുവിൻ്റെയും നന്ദിനിയുടെയും കയ്യിൽ നിന്നും ഗുണ്ടകൾക്ക് കണക്കിന് കിട്ടുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ദശപുഷ്പം പറിച്ചുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കാട്ടിൽ നിന്നും തിരിച്ചു വരുന്നത് കണ്ട് ഗോപാലനും കാർത്തികേയനും ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു, എന്താണ് അവിടെ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള ഭാവത്തിലാണ് ഗോപാലനും കാർത്തികേയനും മഞ്ജുവിനെയും നന്ദിനിയെയും നോക്കുന്നത്.